ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ഓഫ് ട്രിവിയൻ കപ്പിൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ഗൈസ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലോട്ടാണ്. അപ്പോൾ നമ്മളെ കൂടെയുള്ള ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എൻ്റെ വൈഫിൻ്റെ കസിൻ ബ്രദറായ വിഷ്ണുവും അവൻ്റെ വൈഫ് സാന്ദ്രയും അവരുടെ മോളായ ജനനിയുമാണ്. നമ്മളിപ്പം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ട് മക്കളും സ്വല്പം കുറുമ്പും വാശിയൊക്കെ കാണിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. ഒരു റെസ്റ്റോറൻറ്റ്, മാന്യമായിട്ട് റെസ്റ്റോറൻ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ എന്തൊരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചിപ്പോൾ മൂന്നാർ ബൈപ്പാസ് എത്താറായി. ഇതൊരു ഡാമായിരുന്നു, അത് ക്രോസ് ചെയ്ത് പോയി. അത് ഡാമാണെന്ന് അറിഞ്ഞൂടാ, എന്നാലും നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് കട്ടിയത്. നേരെ ചെന്നപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടു. ഗൈസ്, അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു കാണാൻ പറ്റുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, അതാണ് പേരറിയത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിൽ പോകുന്ന വഴിക്ക് ആനച്ചാൽ എന്നൊരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രധാന ലക്ഷ്യം നമുക്ക് റൂം എടുക്കുക, നല്ല റിസോർട്ട് നോക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ ഗൂഗിൾ നോക്കി പലതും വിളിച്ചു, പല ഫെസിലിറ്റീസും പറയുന്നുണ്ടെങ്കിലും ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. ഇതൊരു കാടിറങ്ങിപ്പോയത് ദുറോത്തി മദാമയുടെ ഒരു ബംഗ്ലാവിലോട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങ് എത്തിയില്ല, കാരണം റോഡ് അവിടെ വെച്ച് തീരുകയായിരുന്നു. പിന്നെ അവരെ ജീപ്പിൽ പോകണം, പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നമുക്കൊരു മടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നു. പിന്നെ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടെത്തിയായിരുന്നു. അപ്പം റൂമിൻ്റെ കാഴ്ചകളും ബാക്കി വീഡിയോയുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് നല്ല വിശപ്പായി, രാത്രിയായി. നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, ഇതാണ് നമ്മളെടുത്ത റിസോർട്ട്. അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമും ബാൽക്കണിയും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു. എന്തായാലും നമുക്ക് ഉറങ്ങിയത് പോലും അറിഞ്ഞില്ല, അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി രാത്രി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ആനച്ചാലിൽ ആണ് സ്ഥലം. മൂന്നാർ എത്തണം നല്ലൊരു തണുപ്പ് കിട്ടണമെങ്കിൽ തന്നെ. എന്തായാലും നമ്മളിവിടെ നിന്നിപ്പം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. നമുക്ക് നേരെ മൂന്നാറിലോട്ട് പോവുക, നേരെ കാഴ്ചകൾ കാണുക എന്നുള്ള ലക്ഷ്യം. നമ്മൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ തന്നു. ഇഡ്ഡലിയും ദോശയും സാമ്പാർ, ചട്നി, പിന്നെ ബ്രെഡും ജാമും, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചായ. ഇതൊക്കെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുടെ റൂമിൻ്റെ കൂടെ തന്നെയാണ് അവർ സപ്ലൈ ചെയ്തത്. പിന്നെ മക്കൾ രണ്ടുപേരും റെഡിയായി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ രാവിലെ ആണെന്ന് തോന്നുന്നു. സിദ്ധുവിന് ഭയങ്കര ക്ഷീണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. നമ്മളിപ്പം എൻട്രൻസ് കയറി വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്തോട് പോവുകയാണ്. ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് അറിയത്തില്ല, നോക്കിയിട്ട് പറയാം. ഇതാണ് ചാർജ്, ടിക്കറ്റ് ചാർജ്. ഇന്ത്യൻ അഡൽറ്റ് 200, ചിൽഡ്രൻസ് 5 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ 150, ഫോറിനേഴ്സ് 500, സ്റ്റിൽ ക്യാമറ 50, വീഡിയോ ക്യാമറ 350. ഈ ടിക്കറ്റാണ് നമ്മൾ ചേട്ടൻ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരുന്നത്. അപ്പം ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ബസ്സിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് എടുക്കാറായി ഗൈസ്. അപ്പോൾ ഇരവികുളത്തോട്ട് പോകുന്ന വഴിക്ക് ബസ്സിലെ കാഴ്ചകളാണിതെല്ലാം. ഒരു അടിപൊളി വ്യൂ ആണ് എല്ലാം മൊത്തം കാണാം. പക്ഷേ കോടയൊന്നും ഇല്ലായിരുന്നു ഇവിടെ. കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടി. ഇതിപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോയാലേ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുലുങ്ങി പോകുന്നതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഒന്ന് കുറച്ച് നേരം നടന്നു, എന്നിട്ട് മുകളിലോട്ട് പോയുള്ളൂ. എന്തായാലും കോട വന്നു തുടങ്ങി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക്. എന്തായാലും നമുക്ക് മുകളിലോട്ട് പതുക്കെ നടന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കോട ഉള്ളത് ഇവിടെ മാത്രമാണ്. ഒരു നല്ലൊരു സ്പോട്ടാണ്. 200 രൂപ ചാർജിൽ നമ്മളെ ഒരു ബസ്സിൽ ഇവിടെ കൊണ്ടാക്കും. ഇവിടെ ഏകദേശം മുകളിലോട്ടൊക്കെ നടന്ന് കയറാനുള്ള സ്ഥലങ്ങളുണ്ട്. തിരിച്ച് വരുമ്പോൾ ഇവിടെ ബസ് കിടക്കും. ആ ബസ് കയറി നമുക്ക് തിരിച്ചു പോകാം. ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട ഒരു സ്പോട്ട് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടമാണ്. ആ പാറയുടെ മുകളിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടം. അതൊരു കിടിലൻ സാധനം തന്നെയാണ്. ഇന്ന് ടോപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ബസ്സിൽ കാണിച്ചതാണ്, ബസ്സിൽ പോയ സമയത്ത് ബസ്സിൽ കാണിച്ചതാണത്. അവിടെ നിന്ന് വരുന്നത് അതാ കോട കാരണം കാണാൻ പറ്റുന്നില്ല. ഇവിടെ നല്ല കോടയുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. എന്നാൽ വലിയ തണുപ്പ്
ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് വരുന്നതാണ്, പാറയുടെ മുകളിൽ നിന്ന് വന്ന് ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോകുന്നതാണ്. അത്യാവശ്യം നല്ലൊരു കാണാൻ പറ്റുന്നൊരു സ്പോട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ആൾക്കാരൊക്കെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്, നല്ല ഹൈറ്റിലോട്ട്. എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം അവിടെ എന്താണ് ഉള്ളതെന്ന്. എൻട്രി ഉണ്ടായത് ഗൈസ്. ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ബോർഡുണ്ട്, ഇരവികുളം നാഷണൽ പാർക്ക് എന്താണെന്നുള്ളത്, ഇവിടുത്തെ റൂൾസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഒരു ലാപ്പ് നടന്ന് കയറി, ഇനി അങ്ങോട്ട് മുകളിലോട്ടുണ്ട്. നമ്മൾ ചിലപ്പോഴേ മുകളിലോട്ട് പോകുള്ളൂ, ഈ കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല മുകളിലോട്ട്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോകും ചിലപ്പോൾ. നല്ല ഹൈറ്റുണ്ട് മുകളിലോട്ട്, നമുക്ക് സൂം കുറച്ച് കാണിച്ചു തരാം. നല്ല മുകളിലോട്ട് നല്ല ഇതുണ്ട്. ഇപ്പം തന്നെ ഇരച്ചു തുടങ്ങി. നല്ല കൊള്ളാം, കാണാൻ ഭംഗിയുണ്ട്. ഗൈസ് പെട്ടെന്ന് കോട ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും കാണാൻ വയ്യ. നമ്മളിപ്പം നേരത്തെ താഴത്തെ മലയൊക്കെ നമ്മൾ കണ്ടതാണ്, പെട്ടെന്നാണ് കോട നിറഞ്ഞത്. നിമിഷ നേരം കൊണ്ട് കംപ്ലീറ്റ് വൈറ്റായി. ഇപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഒരാൾക്കൂടെ തണുത്ത് വയ്യെന്ന്. അതിന് മാത്രം തണുപ്പുണ്ടോ? എനിക്ക് ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ നമ്മളെ ബസ് ഇപ്പോൾ എടുക്കും. അപ്പം ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, സീസണൊക്കെ മാറിക്കൊണ്ടായിരിക്കാം, ഓണം കഴിഞ്ഞുകൊണ്ടായിരിക്കാം. ഓണത്തിന് എന്തായാലും നല്ല തിരക്കായിരിക്കും. അപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ വീണ്ടും ക്ലൈമറ്റ് മാറി, മഴ പെയ്യാൻ തുടങ്ങി. നമ്മളിപ്പം ലാസ്റ്റ് വീഡിയോ എടുത്ത് 2 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും എന്താ കോട മാറി മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്താൽ പിന്നെ മൊത്തത്തിൽ കുളമാവും, ഡ്രസ്സെല്ലാം നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും മഴ നനയാത്ത ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഒന്ന് സേഫ് ആവട്ടെ. മഴ ആ ഒരു തണുപ്പുണ്ട് മഴയ്ക്ക്. നമ്മളവിടുത്തെ മഴ പോലെ അല്ലല്ലോ കോട മഴ. ഗൈസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ നേരെ പോകുന്നത് എക്കോ പോയിന്റിലോട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ താമസിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഗൈസ്, അപ്പോൾ എനിക്ക് മൂന്നാറിൽ വരുമ്പോൾ കാണാൻ ഒരാളെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പടയപ്പയാണ്. പടയപ്പോയിന്റിലോട്ട് പോകാൻ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ബഹളമായിരിക്കും അവിടെ. പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു കൂട്ടം ആനകളെയാണ്. ആനകളെല്ലാം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്, കാഴ്ചകൾ നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ തൊട്ടടുത്തായിട്ട് നമ്മൾ കണ്ടത്. അപ്പം ആനയെ കണ്ടതിൽ ഹാപ്പിയാണ്, പിള്ളേർ രണ്ടും കണ്ടു, അവരും ഹാപ്പിയാണ്. അപ്പം ഇതാണ് ആന കാഴ്ചകൾ. വലിയ ഗുണമൊന്നുമില്ല, കുറച്ച് അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു വീഡിയോ എഫക്റ്റ് കിട്ടിയാണ്. പക്ഷെ ഇവരെല്ലാം പുല്ലുമേയാൻ വേണ്ടി ഫാമിലിയായിട്ട് വന്ന് നിൽക്കുന്ന സമയം. നമ്മളിപ്പം എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എക്കോ പോയിന്റിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ നടക്കുന്നു. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുടെ കമനീയ ശേഖരണം. മോനിറങ്ങി, അങ്ങനെ മോനെ എടുത്തുകൊണ്ട് ഞങ്ങൾ നടക്കുന്നു എക്കോ പോയിന്റിലോട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് താഴെ പോയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എക്കോ പോയിന്റ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ എക്കോ അടിക്കുമെന്നൊക്കെ പറയുന്നു. ഇവിടെ ആരും കൂവൊന്നുമില്ല, വിളിക്കുന്നുമില്ല. ബോട്ടിംഗ് സർവീസ് ഉണ്ട്. 10 രൂപ എൻട്രൻസ് ഫീസ് അകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ ബോട്ടിങ്സ് ഉണ്ട്. ചെറിയ തണുപ്പുണ്ട് ഇവിടേക്ക്.
ഫേമസ് മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ് മൂന്നാറിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബായ്.